ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനി അറസ്റ്റുകൾ ഉണ്ടായേക്കില്ല. കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാർച്ച് ആദ്യം ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കും. സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങിയ അനന്ത സുബ്രഹ്മണ്യവും രമേശ് റാവുവും സാക്ഷികളായേക്കും. സ്വർണം ബെല്ലാരിയിലെത്തിച്ച കൽപേഷും സാക്ഷികളാകും. നിയമോപദേശത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. അതേസമയം കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹരിമോഹനാണ് ഈ സുപ്രധാന വാർത്തയുടെ വിവരങ്ങളുമായുള്ളത്. ഹരിമോഹൻ, അതായത് ഇനി അറസ്റ്റ് ഇല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി അറസ്റ്റ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായോ? നേരത്തെ കേട്ടിരുന്നത് ഇനിയും ഒരു 4 അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ ഇനി അറസ്റ്റ് ഇല്ല, അടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നാണോ? അങ്ങനെയെങ്കിൽ കുറ്റപത്രത്തിലേക്ക് അതിവേഗം നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഹരി? സ്മൃതി, കഴിഞ്ഞ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഹൈക്കോടതിയെ SIT അറിയിച്ചിരുന്നത് ഇനി 5 പേർ കൂടി, അതായത് ദ്വാരപാലക കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസിൽ 2 പേരും റഡാറിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നുള്ളതായിരുന്നു SIT ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഹൈക്കോടതിയും ഈ ഇടക്കാല ഉത്തരവിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മതിയായിട്ടുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് SIT വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ SITയുടെ ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ എല്ലാ പ്രതികളും പുറത്തേക്ക് ഇറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ഈ കേസ് 2 കേസുകളിലും ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. മാർച്ച് ആദ്യത്തോടുകൂടി കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ കുറ്റപത്രത്തിലേക്ക് കടക്കണം. ആദ്യം ഒരു കരട് കുറ്റപത്രം തയ്യാറാക്കണം. അതൊരു ഇടക്കാല കുറ്റപത്രമായിരിക്കും. അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണിക്കണം. അതിൽ നിയമോപദേശം തേടണം. മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തണം. സാക്ഷികളുടെ കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഇങ്ങനെയുള്ള നിരവധി നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ SITയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇനിയിപ്പോൾ മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് SIT തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായി ഈ കുറ്റപത്രത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഒരു വലിയ സാക്ഷി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ സാക്ഷി പട്ടികയിൽ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ചില പേരുകൾ, അതായത് ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യം, രമേശ് റാവു അടക്കമുള്ള ആളുകൾ ഇതിൽ സാക്ഷികളായി മാറുകയാണ്. അവർ പ്രതിസ്ഥാനത്തേക്ക് വരില്ല. ഇവരുടെ മൊഴികൾ പലപ്പോഴും SITക്ക് സഹായകരമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ സാക്ഷികളാക്കാൻ തീരുമാനിച്ചത്. അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 479 ഗ്രാം കൊള്ള മുതൽ ബെല്ലാരിയിലെ ജ്വല്ലറിയിലുള്ള ഗോവർദ്ധന് കൊണ്ടുപോയി കൊടുത്ത കൽപേഷും സാക്ഷിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 200 മുകളിൽ സാക്ഷികളെ തയ്യാറാക്കിക്കൊണ്ട്, സാക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടക്കാല കുറ്റപത്രമായിരിക്കും മാർച്ച് ആദ്യ വാരത്തോടുകൂടി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള വലിയ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികളിലേക്ക് പോയാൽ കുറ്റപത്രം ഇനിയും വൈകും. എല്ലാ പ്രതികളും, അതായത് തന്ത്രിയും പത്മകുമാറും അടക്കമുള്ള എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് അല്പമെങ്കിലും ഒഴിവാക്കണമെങ്കിൽ, താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ 1-2 പ്രതികളെങ്കിലും അകത്ത് കിടത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ് SIT കരുതുന്നത്. മാത്രമല്ല, ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനം കേൾക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ഈ കേസ് പരിഗണിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് SIT അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത തുടരുകയാണ്. ആ ഫലമൊക്കെ നോക്കിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. എത്ര സ്വർണം പോയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 98-ൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ കാര്യത്തിൽ പോലും അവ്യക്തതയുണ്ട്. മാത്രമല്ല, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ഒന്നിലധികം തവണ ചെയ്യേണ്ടതിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ SITയുടെ മുമ്പിൽ വലിയ പ്രതിസന്ധി തീർത്ത കിടപ്പുണ്ട്. എന്തായാലും അത് പൂർത്തീകരിച്ചുകൊണ്ട് കുറ്റപത്രം SIT വളരെ വേഗം കുറ്റപത്രത്തിലേക്ക് നീങ്ങുന്ന നടപടികളിൽ കടക്കുകയാണ്. ഹരിമോഹനാണ് സുപ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.